വ്യത്യസ്തത പറഞ്ഞു. അങ്ങനെ പല പല കാരണങ്ങൾ നിരത്തി മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെയുള്ള കാര്യങ്ങളെയും കാരണങ്ങളെയും കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് നമ്മുടെ ക്രിസ്തുവാണ്, അത് നമ്മുടെ ഈശോയാണ്. അവന്റെ ശരീരവും രക്തവും പങ്കിട്ട് വാങ്ങി ഭക്ഷിച്ച് ജീവിതത്തിലേക്ക് ഓരോ ദിവസവും കടന്നു പോകുന്നവരാണ് നാം എന്ന ഉറപ്പിലാണ് നാം എല്ലാം ഒന്നായിരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറക്കരുത്. നമ്മൾ ക്രിസ്തുവിൽ ഒരൊറ്റ ശരീരമായിട്ട് വർത്തിക്കുകയാണ്. സഭയിൽ നാം ഒന്നാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തുവാകുന്ന ശിരസ്സ്, സഭയാകുന്ന ശരീരം. ആ ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ് ഓരോരുത്തരും. അതിനകത്ത് ബേബിച്ചേട്ടനും ജോസിയേട്ടനും അല്ലെങ്കിൽ ജെയ്സനും അല്ലെങ്കിൽ തങ്കഞ്ചേട്ടനും എല്ലാം ഉണ്ട്. ചേച്ചിമാരെ എല്ലാവരുടെയും പേരറിയത്തില്ല എങ്കിലും അങ്ങനെയുള്ള എല്ലാവരും അതിനകത്തുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് നമ്മളൊരു സഭാ സമൂഹമായി ഒരു ശരീരമായി തീരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനവും ഓരോ വാക്കും ഓരോ നിലപാടും എന്തിനു വേണ്ടിയുള്ളതായിരിക്കണം? നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താനുള്ളതായിരിക്കണം, നമ്മുടെ കൂട്ടായ്മയെ ബലപ്പെടുത്താനുള്ളതായിരിക്കണം. അത് ജെറുസലേം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ മാത്രം കാര്യമല്ല, മറിച്ച് അത് നമ്മുടെ ഇടവകയാകുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ ശക്തിയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായിട്ട് തീരുകയും ചെയ്യണം. അപ്പൊ ഇതുപോലുള്ള ചിന്തകള് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് സൂക്ഷിക്കാം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത്